ഹായ്, വെൽക്കം ടു ഓൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ട്രയൽ ബാലൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് ട്രയൽ ബാലൻസ്, എന്തിനാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ രണ്ട് ഡിസ്കഷനിലായിട്ട് എന്താണ് അക്കൗണ്ടിങ്, എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്യുക, എങ്ങനെയാണ് ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എന്താണ് ട്രയൽ ബാലൻസ് എന്നുള്ളതും അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് എന്താണ് ട്രയൽ ബാലൻസ് എന്ന് ആദ്യം നോക്കാം. ട്രയൽ ബാലൻസ് ഈസ് ലിസ്റ്റ് ഓൾ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ്. നമുക്ക് ഈ അക്കൗണ്ടിങ് ചെയ്ത് നമ്മൾ ജേണൽ എൻട്രീസ് കഴിഞ്ഞ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലെഡ്ജേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ടാവും, ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ടാവും. ഈ ലെഡ്ജർ ബാലൻസിനെ എല്ലാം ലിസ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ്. എൻഷ്യൂർസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്സ് ആർ ഈക്വൽ. അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ ഡെബിറ്റ് എപ്പോഴും നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റിന് ഈക്വൽ ആയിരിക്കും. പിന്നെ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് എല്ലാ ലെഡ്ജേഴ്സും അതിൽ ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ ഡെബിറ്റ് ബാലൻസും അതുപോലെ തന്നെ ടോട്ടൽ ക്രെഡിറ്റ് ബാലൻസും ഈക്വൽ ആണ് എന്ന് നമ്മൾ എൻഷുർ ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൾസോ ഇറ്റ്സ് യൂസ്ഡ് ടു ഡിറ്റക്റ്റ് എറർ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നമ്മുടെ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും മാച്ച് ആകുന്നില്ല, ഈക്വൽ ആകുന്നില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ടിങ്ങിൽ, സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ലെഡ്ജറിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളത്. അപ്പം മിസ്റ്റേക്ക് ഡിറ്റക്ട് ചെയ്യാനും അത് റെക്ടിഫൈ ചെയ്യാനും നമുക്ക് ട്രയൽ ബാലൻസ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ പ്രിപ്പയർ ഫോർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേഷൻ. ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലെഡ്ജറിൽ അല്ലെങ്കിൽ നമ്മളെ എൻട്രിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതും, അല്ലെങ്കിൽ അരിത്തമെറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ഡെബിറ്റിലോ ക്രെഡിറ്റിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ഹെൽപ്സ് മെയിൻറ്റെയിൻ ആക്യുറേറ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് അരിത്തമെറ്റിക്കൽ എറർ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും എറർ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഈക്വൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെയാണ്, നമ്മളെ ലെഡ്ജേഴ്സ് അക്കൗണ്ട്സ് എല്ലാം ക്ലിയർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ട്രയൽ ബാലൻസ് നിന്നാണ് നമ്മൾ ബാക്കി അക്കൗണ്ടിലേക്ക്, നമ്മളെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലേക്കും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലേക്കും നമ്മൾ ബാലൻസ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ അക്കൗണ്ടിങ് എൻട്രിയിലും അക്കൗണ്ടിങ് പ്രോസസ്സിലും മിസ്റ്റേക്ക് ഒന്നുമില്ല എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൾസോ അതുപോലെ തന്നെ പറയാനുള്ളതാണ്, ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല, നമ്മളെ ലെഡ്ജേഴ്സിൻ്റെയും നമ്മുടെ എൻട്രീസിൻ്റെയും ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ്. നമ്മൾ ടോട്ടൽ ലെഡ്ജർ ലിസ്റ്റ് ചെയ്ത് ടോട്ടൽ ഡെബിറ്റ് ബാലൻസും അതുപോലെ തന്നെ ലെഡ്ജറിലുള്ള ടോട്ടൽ ക്രെഡിറ്റ് ബാലൻസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതൊരു ട്രയൽ ബാലൻസ് ഒരിക്കലും ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ലിസ്റ്റ് ഓൾ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ്. നമ്മൾ എല്ലാ ലെഡ്ജറും എടുത്തിട്ട് അതിൻ്റെ എല്ലാ ബാലൻസും നമ്മൾ ലിസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഒരു ക്യാഷ് ലെഡ്ജർ എടുത്തു, ക്യാഷ് ലെഡ്ജറിന് നമുക്ക് ഡെബിറ്റ് ബാലൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ലിസ്റ്റ് ചെയ്തു, ക്യാഷ് ഡെബിറ്റ് എത്രയാണ് അതിൻ്റെ ബാലൻസ്. അതുപോലെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് നമുക്ക് ഡെബിറ്റ് ബാലൻസ് ഉണ്ടായിരിക്കും, അത് നമ്മൾ അതിൽ ലിസ്റ്റ് ചെയ്തു. നമുക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ഉണ്ട്, അതിൽ ഡെബിറ്റ് ബാലൻസ് ഉണ്ടായിരിക്കും, ആ എമൗണ്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഡെബിറ്റിലുള്ള എല്ലാം ലിസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ക്രെഡിറ്റിലോട്ട് വരും. ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ ക്രെഡിറ്റേഴ്സിന് നമുക്ക് ഇത്ര ക്രെഡിറ്റ് ഉണ്ട്, അത് നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഓണേഴ്സ് ഇക്വിറ്റി ഉണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ആണ്, നമ്മൾ എത്ര ലിസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഓരോ ലെഡ്ജർ എടുത്തിട്ട് അതിൻ്റെ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും നമ്മൾ സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യുകയാണ് ഇതിൽ ചെയ്യുക. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചെയ്യാം. ഐഡൻറ്റിഫൈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ്. നമ്മൾ ആ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഐഡൻറ്റിഫൈ ചെയ്യും. റെക്കോർഡ് ബാലൻസ്, അത് ആ ബാലൻസ് നമ്മൾ ട്രയൽ ബാലൻസിൽ റെക്കോർഡ് ചെയ്യും. ഒരു സെപ്പറേറ്റ് ഡെബിറ്റിന് ഒരു കോളും അല്ലെങ്കിൽ ക്രെഡിറ്റിന് ഒരു കോളായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് ഈ ഡെബിറ്റിൻ്റെ കോളും ക്രെഡിറ്റിൻ്റെ കോളും ഈക്വൽ ആയി കഴിഞ്ഞാൽ നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ്സ്, നമ്മളെ ലെഡ്ജർ, നമ്മളെ എൻട്രീസ്, ജേണൽ എല്ലാം കറക്റ്റാണ്. അതായത് മാച്ച് ആകുന്നില്ലെങ്കിൽ നമ്മളെ എൻട്രീസ്, ജേണൽ എൻട്രി എല്ലാം റീചെക്ക് ചെയ്തിട്ട് എവിടെയാണ് പ്രോബ്ലം, എവിടെയാണ് മിസ്റ്റേക്ക്, എവിടെയാണ് മാച്ച് ആവാത്തതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. എൻഷ്യൂർസ് ടോട്ടൽ ഡെബിറ്റ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ്. ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും ഈക്വൽ ആണെന്നുള്ളത് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ കാൽക്കുലേഷൻ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യും. പ്രിപ്പയർ ഫൈനൽ ട്രയൽ ബാലൻസ്. ഇങ്ങനെയെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവസാനം ഡെബിറ്റും ക്രെഡിറ്റും മാച്ച് ആകുന്ന ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം നമ്മൾ ട്രയൽ ബാലൻസ് ആദ്യം നമ്മൾ മാച്ച് ആക്കും.
ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും മാച്ച് ആക്കി ട്രയൽ ബാലൻസ് നിന്ന് വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ട്രയൽ ബാലൻസിൽ വരുന്ന അക്കൗണ്ട്സുകൾ ഒന്ന് അസറ്റാണ്. അസറ്റ്സ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ അസറ്റിൽ വരുന്ന ബാലൻസ് അക്കൗണ്ട് എല്ലായിടത്തും നമ്മൾ ഡെബിറ്റ് ബാലൻസിൽ ഡെബിറ്റ് എന്ന കോളത്തിൽ അത് ലിസ്റ്റ് ചെയ്യും. ലാബിലിറ്റീസ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, ഇക്വിറ്റി ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, റവന്യൂ നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, എക്സ്പെൻസ് നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. കാരണം അസറ്റ് എക്സ്പെൻസ് ആണ് നമ്മൾ കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, അപ്പോൾ അതിന് രണ്ടും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ബാക്കി ലാബിലിറ്റീസ്, ഇക്വിറ്റീസ്, റവന്യൂ ഇത് മൂന്നും നമ്മൾ കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക, അപ്പോൾ ഇതിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഈ നമ്മൾ ലെഡ്ജർ എടുത്തിട്ട് ഈ കാറ്റഗറി നോക്കിയിട്ട് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് വെച്ചാൽ, ഇപ്പോൾ ക്യാഷ് എടുത്തു കഴിഞ്ഞാൽ അസറ്റിൻ്റെ സൈഡിൽ ഡെബിറ്റ് സൈഡിലിടും, ലാബിലിറ്റി അക്കൗണ്ട് ആണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലിടും, ഇക്വിറ്റി അക്കൗണ്ട് ആണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലിടും, റവന്യൂ ആണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലിടും, അതുപോലെ തന്നെ എക്സ്പെൻസ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലിടും. ഇങ്ങനെ ഓരോ അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ ട്രയൽ ബാലൻസിന് ഡെബിറ്റ് സൈഡിലും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും ആഡ് ചെയ്തതിന് ശേഷം ടോട്ടൽ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആക്കും. ടോട്ടൽ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രയൽ ബാലൻസിൽ നിന്ന് ആ വാല്യൂസ് എടുത്തിട്ട് ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യും. ഇനി നമ്മളൊരു ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്തു. നമ്മളെ ലെഡ്ജറിൻ്റെ ബാലൻസുകളാണ് ഈ കാർഡ്. നമുക്ക് ക്യാഷ് ഉണ്ട്, അക്കൗണ്ട് റിസീവബിൾ ഉണ്ട്, ഇൻവെൻട്രി ഉണ്ട്, എക്യുപ്മെൻ്റ് ഉണ്ട്, അക്കൗണ്ട് പേയബിൾ, ലോൺ പേയബിൾ, ക്യാപിറ്റൽ, സെയിൽസ് റവന്യൂ, റെൻ്റ് എക്സ്പെൻസ്, സാലറി എക്സ്പെൻസ്. ഇങ്ങനെ നമുക്ക് ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്, അതാണ് ഇതിൻ്റെ ബാലൻസ്. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടത് ഈ അക്കൗണ്ട് ടൈപ്പ് മനസ്സിലാക്കുകയാണ്. ഈ ഓരോ അക്കൗണ്ടിൻ്റെ ടൈപ്പ് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ക്യാഷ് ആണെങ്കിൽ നമുക്ക് അസറ്റ് അക്കൗണ്ട് ആണത്, റിസീവബിൾ ആണെങ്കിൽ അസറ്റാണ്, ഇൻവെൻട്രി അസറ്റാണ്, എക്യുപ്മെൻറ്റ് അസറ്റാണ്, പേയബിൾ ലയബിലിറ്റി ആണ്, ലോൺ പേയബിൾ ലയബിലിറ്റി ആണ്, ക്യാപിറ്റൽ ഒരു ഇക്വിറ്റി അക്കൗണ്ട് ആണ്, സെയിൽസ് റവന്യൂ അക്കൗണ്ട് ആണ്, റെൻ്റ് എക്സ്പെൻസ് അക്കൗണ്ട് ആണ്, സാലറി എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. ഇങ്ങനെ നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട് എടുത്തതിന് ശേഷം അക്കൗണ്ട് ടൈപ്പ് ഇത് ഏത് കാറ്റഗറി ഓഫ് അക്കൗണ്ട് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് അക്കൗണ്ടുകളാണ്, ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ നേരം നമ്മൾ ഡെബിറ്റ് ഇട്ട് കൊടുത്തു. അസറ്റിൻ്റെയും എക്സ്പെൻസിൻ്റെയും നമ്മൾ ഡെബിറ്റ് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ലാബിലിറ്റീസ്, ഇക്വിറ്റി, റവന്യൂ ഇത് മൂന്നും ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇതിന് മൂന്നും നമ്മൾ ക്രെഡിറ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ 3 കോളായിട്ട് പ്രിപ്പയർ ചെയ്തു. അത് നമ്മൾ അക്കൗണ്ട് ഹെഡ്, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ നമ്മൾ ക്യാഷ് എടുത്തു. ക്യാഷ് ഡെബിറ്റ് ബാലൻസ് ആണ് 12,000. അക്കൗണ്ട് റിസീവബിൾ ഡെബിറ്റ് ബാലൻസ് ആണ് 8,000. ഇൻവെൻട്രി നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ് 6,000. എക്യുപ്മെൻറ്റ് ഡെബിറ്റ് ബാലൻസ് ആണ് 10,000 10,000. അക്കൗണ്ട് പേയബിൾ ക്രെഡിറ്റ് ബാലൻസ് ആണ് 7,000. ലോൺ പേയബിൾ ക്രെഡിറ്റ് ബാലൻസ് ആണ് 10,000. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ് 8,000. സെയിൽസ് റവന്യൂ ക്രെഡിറ്റ് ബാലൻസ് ആണ് 20,000. റെൻ്റ് എക്സ്പെൻസ് ആകുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ് 4,000. സാലറി എക്സ്പെൻസ് ഡെബിറ്റ് ബാലൻസ് ആണ് 5,000. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഡെബിറ്റ് ബാലൻസ് 45,000, ക്രെഡിറ്റ് ബാലൻസ് 45,000. അതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനർത്ഥം നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം അക്കൗണ്ടിങ് ചെയ്തിട്ടുള്ള എല്ലാം എൻട്രീസും ലെഡ്ജേഴ്സ് എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഈ ട്രയൽ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാം. ഇൻ കേസ് ഇത് മാച്ച് ആകുന്നില്ലെങ്കിൽ നമ്മൾ എൻട്രി എല്ലാം റീചെക്ക് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും അക്കൗണ്ടിൽ നമുക്ക് പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എൻട്രി മാച്ച് ആവാതെ വരിക. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക്കൽ അക്കൗണ്ടിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് മാച്ച് ചെയ്യേണ്ടി വരും. ആദ്യം എത്രയാണോ ഡെബിറ്റ് ബാലൻസ് അതിന് ഈക്വൽ ആയിട്ട് തന്നെ ക്രെഡിറ്റ് ബാലൻസും ആക്കിയതിന് ശേഷം ഈ ട്രയൽ ബാലൻസ് നമുക്ക് അക്കൗണ്ട് ബാലൻസ് എടുത്തിട്ട് നമ്മളെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കുക. ഈ ട്രയൽ ബാലൻസ് എന്നാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഡിസ്കഷനിലുള്ളത്. ഈ ഡിസ്കഷനിൽ നമ്മൾ എന്താണ് ട്രയൽ ബാലൻസ് എന്നുള്ളതാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ ലെഡ്ജേഴ്സിൻ്റെ എല്ലാം അരിത്തമെറ്റിക്കൽ എറർ, മറ്റെന്തെങ്കിലും അക്കൗണ്ടിങ് റൂൾ റിലേറ്റഡ് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പെട്ട സ്റ്റേറ്റ്മെൻ്റ് അല്ല ട്രയൽ ബാലൻസ്. ഈ അരിത്തമെറ്റിക്കൽ എറർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. ഈ ട്രയൽ ബാലൻസ് നമ്മൾ മാച്ച് ആക്കി കഴിഞ്ഞതിന് ശേഷം ട്രയൽ ബാലൻസ് ഒന്ന് വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ ബാക്കി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ആയിക്കോട്ടെ ഇത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.